ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് എനാബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് മുട്ട റോസ്റ്റാണ്. അതിനായി ഒരു കുക്കർ എടുത്ത് അതിലൊരു 5 മുട്ട, ഇപ്പം ഞാൻ 5 എണ്ണം എടുത്തിട്ടുണ്ട്, നിങ്ങൾ അത്ര എടുക്കണമെന്നില്ല. കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു വിസിൽ കേൾപ്പിക്കുകയാണ്. ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് തോട് പെട്ടെന്ന് പൊളിഞ്ഞു വരാൻ വേണ്ടിയാണ്. ഇനി ഒരു പാത്രം അടപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് 2 സ്ലൈസ് ചെയ്ത സവാളയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. അതിൻ്റെ കളറ് മാറി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് സോട്ടായി വരുമ്പോൾ 1 സ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറണം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കണ 2 തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ തക്കാളിയായിരുന്നു. ഇതിനി ഒന്ന് നന്നായിട്ട് തക്കാളി ഒന്ന് വെന്ത് കിട്ടണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി ഒന്ന് ശരിക്കും വെന്ത് കിട്ടാൻ വേണ്ടി, എല്ലാം ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടി. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മുക്കാൽ ഗ്ലാസ്സോ 1 ഗ്ലാസ്സോ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ വെള്ളം ഒന്ന് വറ്റി വരണം, എല്ലാം കൂടി ഒന്ന് മിക്സായി വരണം. ഇപ്പം അങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഉപ്പ് കൂടി നോക്കണം. നമ്മളതിലേക്ക് ഒന്ന് വരഞ്ഞു വെച്ച മുട്ട ഇട്ട് കൊടുക്കുകയാണ്. ഈ മസാല കൊണ്ട് ആ മുട്ട ഒന്ന് പൊതിയാം. ഇത് പുട്ടിൻ്റെയും അപ്പത്തിൻ്റെയും പൂരിയുടെയും ചോറിൻ്റെ വരെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.